കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് പിന്നാലെ കാർഷിക മേഖലയിലും ഇടം പിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ. നാട്ടിലെ തൊഴിലാളി ക്ഷാമവും കൃഷിയോടുള്ള പുതുതലമുറയുടെ താൽപ്പര്യക്കുറവുമാണ് കൃഷിയിടങ്ങളിൽ മറുനാടൻ തൊഴിലാളികളെ എത്തിച്ചിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ മേഖലയിലെ പുഞ്ചകളിൽ നെൽകൃഷിക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ മാന്നാർ, കുരട്ടിശ്ശേരി പാടങ്ങളിലേക്ക് അടക്കം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ എത്തുകയാണ്. പുലർച്ചെ 6 മണി മുതൽ മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷനിൽ ബസ്സുകളിൽ വന്നിറങ്ങി നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് പടിഞ്ഞാറ് പാവുക്കര ഭാഗത്തേക്കുള്ള റോഡുകളിലൂടെ സഞ്ചരിച്ച് കുരട്ടിശ്ശേരി പാടങ്ങളിലേക്ക് എത്തുന്നത്. പെരുമ്പാവൂർ കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള തിരുവല്ല, പായിപ്പാട് ഭാഗത്തു നിന്നാണ് ഇവർ പുലർച്ചെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങിയ സഞ്ചി തൂക്കി മാന്നാറിൽ ബസ്സിറങ്ങുന്നത്. മാന്നാർ, ചെന്നിത്തല ഭാഗങ്ങളിൽ നിന്നും സൈക്കിളിലെത്തുന്ന തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട്. ഏകദേശം 600ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിൽ എത്തുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിലെ കൃഷിരീതികൾ ഇവർക്ക് തികച്ചും അന്യമാണെങ്കിലും ഇവരാണ് കർഷകർക്ക് ഇപ്പോൾ ആശ്രയം. നിലം ഉഴലും, ഞാറുനടലും, വിളവെടുപ്പും കൊയ്ത്തും കറ്റമെതിക്കലും എല്ലാം ഇവർ ഭംഗിയായി ചെയ്യുന്നു. കാർഷിക ജോലികളെല്ലാം വളരെ വേഗത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്നുണ്ടെങ്കിലും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന നാടൻ ഭാഷാ പ്രയോഗങ്ങളും പ്രത്യേക വാക്കുകളും ഇവരോട് സംവദിക്കാൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്ന മുതിർന്ന അന്യസംസ്ഥാന തൊഴിലാളികളോടെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. തൊഴിലാളി ക്ഷാമവും പാടശേഖരങ്ങളിൽ തൊഴിൽ വർദ്ധിച്ചതും മുതലെടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മുൻപ് 750 മുതൽ 800 രൂപ വരെയായിരുന്നു കൂലി, എന്നാൽ ഇപ്പോൾ 900 മുതൽ 1000 രൂപ വരെയാണ് ഇപ്പോൾ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ള കർഷകരാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരേക്കർ പാടത്ത് ഞാറ് നടുന്നതിന് 7000 ആയിരുന്നിടത്ത് ഇപ്പോൾ 8000 രൂപയാണ് ഏജന്റുമാർ ഇപ്പോൾ കൈപ്പറ്റുന്നത്. പാടത്ത് പണിയേറിയതോടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന ഏജന്റുമാരുടെ ആവശ്യം അംഗീകരിക്കല്ലാതെ വേറെ നിർവാഹമില്ലെന്ന് കർഷകരും പറയുന്നു. മലയാളികൾക്ക് ജോലി ചെയ്യാനുള്ള മടിയാണ് അതിഥിതൊഴിലാളികളുടെ വരുമാന മാർഗം എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.